വയനാട്ടിൽ സൺസെറ്റ് കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ ഈ സീരീസിൽ. അതിൽ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഫാൻറ്റം റോക്കാണേ. സൺസെറ്റ് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒരു അടിപൊളി സ്ഥലമാണ് ഫാൻറ്റം റോക്ക്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരുപാട് നടക്കാനൊന്നുമില്ല. അപ്പോൾ അത് ഒന്നാമത്തെ വീഡിയോ ഉണ്ട്. അത് ഫാൻറ്റം റോക്ക് കാണണം എന്നുള്ളവർക്ക് എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിൽ ലിങ്കും കൊടുത്തേക്കാം. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. നെല്ലറച്ചാൽ എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അടിപൊളിയാണ്. അതും സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അതിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇതും സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാർട്ട് 3 മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോയതിൻ്റെ ഒരു ഇതാണേ. ആദ്യം തന്നെ പറയട്ടെ, ഈ മഞ്ഞപ്പാറയിലേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അവരൊന്ന് തെറ്റിച്ച് തരൂ കേട്ടോ. അതിൻ്റെയും കൂടി കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ലേശം വലുതാണേ. കുറച്ച് വിഷമം പറയാനുണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പ് ചതിച്ചതിൻ്റെ. ഗൂഗിൾ മാപ്പ് ചതിച്ചത് പിന്നെ പോട്ടെ, സ്വന്തം ഭർത്താവും കുട്ടിയും ചതിച്ചാലോ? നമ്മൾ ഈ മഞ്ഞപ്പാറയൊക്കെ പോകുന്ന സമയത്ത് അമ്പലവയൽ പൂപ്പൊലി നടക്കുന്ന സമയമായിരുന്നേ. അതുകൊണ്ട് 2 സ്കൂട്ടർ ഒപ്പിച്ചിട്ട്, ഒരു സ്കൂട്ടർ എൻ്റെ തന്നെയാണ്, ഒന്നും കൂടി ഒപ്പിച്ചിട്ട് നമ്മൾ 4 പേരായിട്ടാട്ടോ പോയത്. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വഴി തെറ്റിയതല്ല, 2 വഴിയുണ്ട്. ഇത് ജോതുവിനറിയായിരുന്നു. എൻ്റെ ഡ്രൈവർ ജോതു ആണേ. അവനും മുന്നേ ഇതുപോലെ ഈ വഴി വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോയതാട്ടോ. അപ്പോൾ ഈ കയറ്റം മുഴുവൻ ഞാൻ നടന്നു കയറിയേ. ഈ കയറ്റമല്ല, ഇനിയും ഉണ്ട്. ഈ കയറ്റം എൻ്റെ വണ്ടിക്ക് വലിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കയറ്റം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറി. ഇത് അപ്പുറത്തുള്ള ചീങ്ങേരിമലയോ അങ്ങനെ എന്തോ ആണ്. ആ വെള്ള കാണുന്നത് ഒരു ഉണ്ട പോലത്തെ സാധനമാണ്. അതിൽ നമുക്ക് താമസിക്കാൻ പറ്റും തോന്നുന്നു. അടുത്തത് 2ാമത്തെ കയറ്റം. ഇതും ഞാൻ നടന്നു കയറി. ഇത് കണ്ടോ, എന്ത് കുത്തനെ ഒരു 1 എന്ന് എഴുതിയതുപോലെ ആയിരുന്നു കേട്ടോ ഈ കയറ്റം. ഇത് കയറിയപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവനും പോയി. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, പുല്ല് മഞ്ഞയായത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും മഞ്ഞപ്പാറ എന്ന് പേര് വന്നിട്ടുണ്ടാവുക. ഒരു വണ്ടി ഇനി അങ്ങോട്ട് പോവില്ല. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. പിന്നെ നമ്മൾ കഠിനമായ വഴികളിലൂടെ പോകാൻ പോവാണേ. ജോതു പറയാണ് ഈ വഴിയും ഓടിച്ച് കയറ്റിയാലോ എന്ന് വണ്ടി. എന്നാൽ പിന്നെ എൻ്റെ നടുവിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഇതൊരു കണക്ഷൻ വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു 1-2 വീടുകളിൽ 1-2 കുറച്ച് വീടുകളിൽ താമസമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ കുന്ന് ഡെയിലി കയറി ഇറങ്ങേണ്ടി വരുമേ. നമ്മൾ വണ്ടി വെച്ച സ്ഥലത്താണ് അവസാനത്തെ വീട്. അത് കഴിഞ്ഞാൽ പിന്നെ വീടൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ശ്വാസം, ഇത് ഞാൻ മ്യൂട്ടാക്കിയതാട്ടോ. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ചില സ്ഥലങ്ങളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പാറേൻ്റെ മുകളിൽ തന്നെ വ്യൂ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളുടെ കാരാപ്പുഴ ഡാമോ ഏതോ ഒരു ഡാമിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ വ്യൂ പോയിന്റ് അല്ല, ശരിക്കുള്ള മല ഇനിയും കയറാനുണ്ടേ നമുക്ക്. ഇത് പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തുനിന്ന് കാണുന്ന കാഴ്ചയാണ്. കണ്ടില്ലേ? ഇനി നമ്മൾക്ക് ഒരുപാട് ദൂരം കയറാണ്ട്. കുഞ്ഞു ഏട്ടൻ എവിടെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരിത് ഈ കാണുന്ന മലേൻ്റെ മുകളിലാണ്. അവിടുന്ന് അമ്മേ അമ്മേ എന്നുള്ള ചെറിയ വിളികളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അവരിവിടേക്ക് ആദ്യമായിട്ട് എത്തി. അത് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടേ. കണ്ടില്ലേ, 2 ആൾ ഇരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ വരുന്നത് കണ്ടിട്ട് ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. അവർ ഈ കയറ്റം ഇതേപോലെ തന്നെ കയറിയിട്ടാണേ പോയത്. നമുക്കിനി അവരുടെ അടുത്തെത്തണം കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തിരിച്ചിറങ്ങാനുള്ള സമയമാവുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഞാനും ജോതും എല്ലാ വഴികളിലൂടെയും കയറി കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനിയും എത്രയോ നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട് എത്തണമെങ്കിൽ. ട്വിസ്റ്റ് ഇതൊന്നും അല്ല കേട്ടോ. ഇനി കുറച്ച് അപ്പുറത്തെത്തുമ്പോൾ നമ്മളുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ മെയിനായിട്ട് ആളുകൾ വരുന്നത് ഫോട്ടോഷൂട്ടിനാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഫാൻറ്റം റോക്കിൽ അതേപോലെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ആളുകൾ ഫോട്ടോഷൂട്ടിന് ഇഷ്ടംപോലെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു വഴി ഇടവഴിയായിട്ട് നമുക്ക് മേളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ജോതു നോക്കുകയാണേ. അത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് ഒരു വിഷമമുള്ള കാഴ്ച കണ്ടുവന്ന്
കണ്ടോ, നല്ലൊരു റോഡ് ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിക്കുമെന്ന്. അപ്പോൾ ആ റോഡ് വഴി ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് ബാക്കി കുറച്ച് ദൂരം മാത്രമേ നടന്ന് കയറാനുള്ളൂ. പക്ഷെ നമ്മൾക്ക് താഴെ ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് തന്നതുകൊണ്ട് താഴേന്ന് വേറെ വഴി വരേണ്ടി വന്നു. ഇത് കണ്ടോ, ഇവിടെ വരുന്നത് ഇതിനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് കയറിയിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് എങ്ങനെ ഇറങ്ങുമോ എന്തോ. മുളകൊക്കെ ഉണക്കാനിട്ടത് കണ്ടില്ലേ, അതൊരു വീടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണേ, ഇങ്ങനെയുള്ള പാറകൾ കയറിയിട്ട് വേണം മറ്റേ കുഞ്ഞും ഏട്ടനുമുള്ള അവിടെ എത്താൻ. റോഡൊന്നുമില്ല, വലിഞ്ഞു കയറണം. ജ്യോതു കുറച്ച് പോയിട്ട് എന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയോന്ന്. എന്താന്നുള്ളത് ഞാനിതിൻ്റെ അവൻ എടുത്തിയൊരു വീഡിയോ ആണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്കൂട്ടർ കയറാതെ നടക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ആ കുന്ന് മുഴുവൻ കയറി, ഇത്രയും വലിയ കുന്നും കയറി. പക്ഷെ ഇവിടെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ആകെ ഒരു ആശ്വാസം. നഷ്ടപ്പെട്ടു പോയാലോ. അവിടെ എന്താ പ്രശ്നം? മേലെ ജ്യോതു, അതാണ് എൻ്റെ അനിയൻ്റെ പേര്. അവൻ്റെ കരുതലായിട്ട് കാണണ്ട കേട്ടോ. ഞാൻ എങ്ങാനും തട്ടിപ്പോയാൽ തെളിവിന് വേണ്ടി അവൻ വീഡിയോ എടുത്ത് വെച്ചാണേ. ഞങ്ങളൊക്കെ ശ്വാസം വലിക്കുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? അത്ര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കയറി വരാൻ. പക്ഷെ നമ്മൾ നല്ല റോട്ടിലായിരുന്നെങ്കിൽ അവിടുന്ന് ഇത്ര ഇങ്ങോട്ട് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത്ര കിതയ്ക്കൂലേ. ഇനിയും നമുക്ക് പോകാനുണ്ട് കേട്ടോ. അതാ ഇങ്ങനെയാണ് അവിടേക്കുള്ള വഴികൾ. ചില ഇങ്ങനെയുള്ള വഴികളിലൂടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യൂസ് വേറെയും കിട്ടുവേ. പിന്നെ സേഫായിട്ട് നടക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, അറ്റമാണ്. താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ വേറൊരു വ്യൂ ആവും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട്. കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റായിരുന്നേ. പക്ഷെ ഇതിലും കാറ്റുണ്ടാവുന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു അറ്റമാണ്, കല്ല് ക്വാറി എന്തോ ആയിരുന്നു, പിന്നെ നിർത്തിപ്പോയത് എന്തോ ആണ് കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ഞങ്ങൾ വന്ന സമയം കുറച്ച് വെയിലുള്ളതായിരുന്നു. ഇത് കണ്ടില്ലേ, ഇനിയും നമ്മൾ പോയാൽ മാത്രമേ കുഞ്ഞുവിൻ്റെ ഏട്ടൻ്റെ അടുത്തെത്താനാവുള്ളൂ കേട്ടോ. കുറേയും കൂടി പോകാനുണ്ടേ. ഞങ്ങൾ വന്നത് ഒരു 3:30-4 മണി ആ ഒരു സമയമായതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ ആവണേ കുറേ സമയം എടുക്കും. അതുമല്ല അത്രയും നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വെയിൽ കൊണ്ടിട്ട് നമ്മൾ ഉണങ്ങും. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും ജ്യോതുവും കിതയ്ക്കുന്ന കിതപ്പ് കണ്ടിട്ട് ഇവർ കിതച്ചത് ഞങ്ങൾ കണ്ടില്ലല്ലോ. എന്നിട്ട് ഇത് ഞങ്ങളെ കണ്ടിട്ട് അവർ ചിരി സഹിക്കവയ്യാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണേ. അവിടേക്ക് കണ്ടില്ലേ ഒരു വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലം, അവിടെയൊക്കെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം കേട്ടോ. നല്ല രസമാണ് അവിടേക്കൊന്നും പോകാനുള്ള ശക്തി ഇപ്പം ഇല്ല കേട്ടോ, മടുത്തിട്ടുണ്ട്. അത് വേറൊരു കുന്നാണേ. അടുത്തതായിട്ട് ഈ ഒരു വശം കാണുന്നതാണ് ചീങ്ങേരിമല. ഇതല്ല കേട്ടോ, അപ്പുറത്തെ സൈഡാണേ. ഇവിടെ നിന്നിട്ട് ചീങ്ങേരിമല കയറിയാലോ എന്നുള്ള ഒരു പദ്ധതി ഇടുന്നതായിട്ട് എനിക്ക് മനസ്സിലായേ. പക്ഷേ ചീങ്ങേരിമല കയറാനുള്ള ശക്തിയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത പോലെയാണ് തോന്നുക. പക്ഷേ ഇവിടെ ഞാൻ ആളുകളെ മറച്ചിട്ടുള്ള ഭാഗത്തേക്ക് മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പിൾസൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഫാമിലിയും വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ ഫാമിലി ഇങ്ങോട്ട് കയറി വരുന്നു. ഞങ്ങൾ വന്ന വഴിയില്ലേ, ഗൂഗിൾ മാപ്പ് തെറ്റിച്ച വഴി അതിലേ തന്നെ വരുന്നത് കണ്ടുവേ. അതിലാണേ കുറേ വയസ്സന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറച്ച് ഫോട്ടോസാണേ. ആ വന്ന ഫാമിലീനെ ആലോചിച്ചിട്ട് വിഷമം തോന്നിട്ടോ. അവർ എങ്ങനെ ഇവിടെ കയറി എത്തും എന്തായാലും, പക്ഷെ കുറേ സമയം എടുക്കും. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണേ. ഞാൻ എന്താ പറയുക, നെഗറ്റീവ് പറയാന്ന് വിചാരിക്കരുത്. നടന്നു വന്നിട്ട് ഞങ്ങൾ അത്ര ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് പറയുന്ന കേട്ടോ. ഇത് ഭയങ്കര രസമാണ് ഇവിടെ. ഇതിലെ ഈ വശത്ത് റോഡ് ബസ്സുകളൊക്കെ കാണുന്നുണ്ടേ.
അതെ, ഇവര് രണ്ടാളും കൂടെ ചീങ്ങേരിമല കയറാൻ, അതാണ് ചീങ്ങേരിമല എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുകയാണ്. ചീങ്ങേരിമലയിൽ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് കിടക്കാനൊക്കെ പറ്റും. പക്ഷെ അതിന് മുകളിൽ കയറിയാൽ കേട്ടോ, സത്യം പറയാലോ നല്ല വെയിലത്തായി പോയിട്ടോ ഇവിടെ വന്നത്. ബ്ലോക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറേ നേരത്തെ ചോറുണ്ട് കഴിഞ്ഞ് ഉടനെ ഇറങ്ങിയതായിരുന്നേ വീട്ടിൽ നിന്ന്. മഞ്ഞപ്പാറയിലേക്ക് മാപ്പ് കൃത്യമാണെങ്കിൽ എത്താൻ വളരെ എളുപ്പമാണ്. അധികം ബുദ്ധിമുട്ടായിട്ട് കയറാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നാലും നല്ല രസമാണേ. അങ്ങനെ മലയൊക്കെ വലിഞ്ഞു കയറാൻ താല്പര്യമുള്ളവർക്കാട്ടോ രസം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ വരെ വന്നു. ഇതാണ് ചീങ്ങേരിമലേൻ്റെ അവിടെ ഒരു ടിക്കറ്റൊക്കെ എടുക്കാനുണ്ടേ. പക്ഷേ ഇനി നമ്മൾ കയറിയാൽ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നിട്ട് അടുത്ത വീഡിയോ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ആണേ. താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. മുന്നേ ഉള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടേ.